നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നായർ ഈഴവ ഐക്യത്തിൻ്റെ ചർച്ചകൾ നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ പ്രധാനമായിട്ട് ഉന്നയിച്ച ചില വാദങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ ജാതിയുണ്ടല്ലോ, ഇനി എങ്ങനെയാണ് ഈ ജാതിയൊക്കെ പരസ്പരം അംഗീകരിക്കുക? ആ ജാതിയെ പരസ്പരം അംഗീകരിക്കാത്തവരെങ്ങനെ ഒരുമിച്ച് ചേരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനുശേഷം പോരെ ഞങ്ങൾ എതിർക്കുന്നത് എന്നൊക്കെ വലിയ വായിൽ ഡയലോഗുകൾ അടിക്കുന്നുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമൊക്കെ. എന്താ, ഇസ്ലാമിക സമൂഹത്തിനകത്ത് ജാതിയില്ലേ? അങ്ങനെ ജാതിയൊന്നും പൊതുവേ ഇല്ലെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എക്സ് മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ഇപ്പോൾ കാണാനിടയായി. അതിൽ പൊതുവായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പൊതുവേ നാം ധരിച്ചു വച്ചിരുന്നത് ഇസ്ലാം മതത്തിൽ ജാതിയില്ല എന്നാണ്. കേരളത്തിൽ തന്നെ ഇസ്ലാമിൽ മറ്റൊന്നും കാണാത്ത തരം 125-ലധികം ജാതികളുണ്ട്. ഇവ തമ്മിൽ പരസ്പര ഐത്വവും തൊട്ടുകൂടായ്മയും പുലർത്തിയിരുന്നു. ഇങ്ങനെ ഇന്ത്യ മുഴുവനായി 725ഓളം ജാതികളുണ്ട്. ഇസ്ലാം വിഭാഗത്തിനായി വേശ്യാവൃത്തി ചെയ്തിരുന്നവരും ഈ വിഭാഗത്തിലുണ്ട്. ഒസാന്മാരുടെ സഹധർമ്മിണിയായ ഒസാത്തിമാർ വേശ്യാവൃത്തി ചെയ്തതിൻ്റെ രേഖകളും ലഭ്യമാണ്. 125ഓളം ജാതികളിൽ 35 ജാതികളെ ചുവടെ കൊടുക്കുന്നു. തങ്ങൾ ഒന്ന്. പ്രവാചക മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നവരാണിവർ. മുസ്ലിം സമുദായത്തിൻ്റെ വലിയ ആദരവ് ലഭിക്കുന്ന വിഭാഗമാണിത്. മലപ്പുറത്തെ കൊണ്ടോട്ടി, പൊന്നാനി മേഖലകളിൽ ഇവരുടെ വലിയ സാന്നിധ്യമുണ്ട്. ഇനി കോയമാർ പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ച് കാണപ്പെടുന്ന വിഭാഗമാണ്. പാരമ്പര്യമായി വ്യാപാരികളായിരുന്ന ഇവരെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലക്ഷദ്വീപിലും ഈ പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. കക്കലൻ നാടോടി പാരമ്പര്യമുള്ള ഒരു മുസ്ലിം വിഭാഗമാണിത്. പണ്ടുകാലത്ത് മന്ത്രവാദം, പാമ്പുപിടുത്തം, കത്തിമൂർച്ച കൂട്ടൽ തുടങ്ങിയ ജോലികളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവർ എല്ലാ മേഖലകളിലും സജീവമാണ്. റാവുത്തർ പ്രധാനമായും ദക്ഷിണ കേരളത്തിൽ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ഭാഗത്തും ഇവരെ കാണാം. പാരമ്പര്യമായി കുതിരക്കച്ചവടവും കൃഷിയും ചെയ്തു വരുന്നവരാണിവർ. ഇവരുടെ സംസാര ഭാഷയിൽ തമിഴ് കലർന്ന മലയാളം കാണാൻ സാധിക്കും. ലബ്ബ പാരമ്പര്യമായി മുസ്ലിം പള്ളികളിൽ മതപരമായ കാര്യങ്ങൾക്കും അധ്യാപനത്തിനും നേതൃത്വം നൽകിയിരുന്ന വിഭാഗമാണ് ഇത്. തെക്കൻ കേരളത്തിലാണ് ഈ പേര് കൂടുതലായി പ്രചാരത്തിലുള്ളത്. കീരിയാക്കർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഭാഗത്തുള്ള പ്രമുഖ മുസ്ലിം കുടുംബങ്ങളെയും വിഭാഗത്തെയുമാണ് ഇങ്ങനെ വിളിക്കുന്നത്. പാരമ്പര്യമായി വലിയ വ്യാപാരികളായിരുന്നു ഇവർ. മാപ്പിളമാർ മലബാർ മേഖലയിലുള്ള മുസ്ലിങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണിത്. വിദേശ വ്യാപാരികളും പ്രാദേശിക സമുദായങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ രൂപപ്പെട്ടതാണ് ഈ വിഭാഗം. അതായത് അറബുകളുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെയും അവരുടെ വിവാഹ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടവർ. മരയ്ക്കാന്മാർ പാരമ്പര്യമായി കപ്പലുടമകളും കടൽ വ്യാപാരികളുമായി ഉള്ളവരാണ് ഇവർ. നഹ പാരമ്പര്യമായി നാവിക വൃത്തിയും വ്യാപാരവും ചെയ്തിരുന്നവർ. മഖ്ദൂമി പൊന്നാനി കേന്ദ്രമാക്കി പ്രവർത്തിച്ച പ്രശസ്തമായ പണ്ഡിത കുടുംബമാണ് മഖ്ദൂമികൾ. യമനിൽ നിന്നും ഈജിപ്തിൽ നിന്നും വന്ന പാരമ്പര്യമുള്ള ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിനും വിദ്യാഭ്യാസത്തിനും വലിയ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരാണ്. ബോറ, പിന്നെ മേത്തർമാർ, തുർക്കൻസ്, അങ്ങനെ പല രീതിയിലുള്ള മതവിഭാഗങ്ങളുണ്ട്. ഒസാൻ എന്നത് പ്രധാനമായും ക്ഷുരകവൃത്തി ചെയ്തിരുന്ന മുസ്ലിം ഭാഗമാണ്. ഒസ്ത എന്ന പേരിൽ നിന്നും ഉസ്താദ് ാണ് ഈ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. പാരമ്പര്യമായി മുടി മുറിക്കുന്നതിനൊപ്പം സുന്നത്ത് കല്യാണം നടത്തുന്നതും ഇവരായിരുന്നു. ഇവരുടെ സ്ത്രീകൾ ഒസാത്തിമാർ പ്രസവമെടുക്കുന്ന മറ്റ് സഹായിച്ചിരുന്നു. പൂശാലൻ കടലോര മേഖലയിൽ അധിവസിക്കുന്ന മതം മാറിയ മുസ്ലിം വിഭാഗത്തെയാണ്. പുതു ഇസ്ലാം ആണിത്. മതാരി, ഇങ്ങനെ പല തരത്തിലുള്ളതായ 30ഓ അതിലധികമോ മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ പോലും വച്ചു പുലർത്തുന്നവരുണ്ട്. ഇപ്പോൾ കുർദുകൾ യഥാർത്ഥത്തിൽ അടിമവത്കരിക്കപ്പെടുകയാണ്. ISIS ഒക്കെ ഇറാഖ്യൻ മേഖലകളിൽ, സിറിയയിലൊക്കെ പിടിമുറുക്കി കഴിഞ്ഞപ്പോൾ ഈ കുർദുകൾ അടിമകളായി, ലൈംഗിക അടിമകളായിട്ടാണ് ഈ കുർദുകളെ കണക്കാക്കിയത്. അഹമ്മദിയ വിഭാഗത്തിലുള്ള ആൾക്കാരെ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയും ഇവർ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. ഏറ്റവും അധികം ക്രൂരമായ ജാതി വ്യവസ്ഥിതി ഉള്ളതും ഇവരുടെ അടുത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുടെ ഭാഗമായിട്ട് വാളെടുക്കുക, തോക്കെടുക്കുക, പരസ്പരം ബോംബ് സ്ഫോടനം ചെയ്യുക, ഒരു വിഭാഗം മറ്റു വിഭാഗത്തിൻ്റെ പള്ളികൾ പോലും ആക്രമിച്ച ചരിത്രമുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ അതികഠിനമായ ജാതി വ്യവസ്ഥയുടെ അകത്ത് ജീവിക്കുന്ന ഇവർ എങ്ങനെയാണ് ഹിന്ദുവിനകത്തെ ജാതിയെക്കുറിച്ച് എല്ലാവരും പറയുന്നില്ല കേട്ടോ. പല ഭീകരവാദി പ്രസ്ഥാനം, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെ
SDPI പോലുള്ള ഈ ഭീകരവാദി പ്രസ്ഥാനത്തിലെ ആൾക്കാരാണ് ഈ രീതിയിൽ പറയുന്നത്. അങ്ങനെ മതപരിവർത്തനം നടത്തുവാനായിട്ടാണ് ഇവിടെ ഇപ്പോൾ സക്കീർ നായിക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മതപരിവർത്തനം നടത്തുവാനാണ് ശ്രമിക്കുന്നത്. ഈ മതപരിവർത്തനം നടത്തുന്ന ഇസ്ലാമികരുടെ അവസ്ഥ എന്താണ്? അവർ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് വീണാൽ, ഇപ്പോൾ ഇവിടുന്ന് ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അടിമത്വം തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഇവരുടെ അവസ്ഥയും ഇതായിരിക്കുമല്ലോ. ഈ അടിമത്വത്തിലേക്ക് വരുന്ന അവസ്ഥ തന്നെ ആയിരിക്കുമല്ലോ ഇവർക്കുമുള്ളത്. അങ്ങനെ പല രീതിയിൽ അടിമവത്കരിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾ, അടിമകളായിട്ട് പോലും ജീവിക്കേണ്ടി വന്ന പല വിഭാഗങ്ങൾ, ഇവരെങ്ങനെയാണ് മറ്റിതര സമൂഹങ്ങളിലെ മതത്തെയും മതബോധത്തെയും ഇവർ തള്ളിപ്പറയുന്നതും എതിർക്കുന്നതും ഒക്കെ. ഇനിയും ഏറെ ജാതി വിഭാഗങ്ങൾ ഇവർക്കിടയിൽ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ ദിവസം അവസാനിച്ചാലും ഈ വിഷയം നമുക്ക് തീർക്കുവാനായിട്ട് സാധിക്കില്ല. അത്രമേൽ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ് ഇവരുടെ സംഖ്യ. അത്രമേൽ ജാതി സംഖ്യകളുണ്ട്, അത്രമേൽ ജാതികളുണ്ട് ഇവർക്കിടയിൽ. അങ്ങനെ ഉള്ള ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് ഹിന്ദു ധർമ്മത്തെയോ അല്ലെങ്കിൽ മറ്റ് ധർമ്മങ്ങളെയും എതിർക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നത്? ഇവർ എന്തിനാണ് മറ്റിതര ഭാഗങ്ങളുടെ ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവർ ഐക്യപ്പെടുകയോ ഐക്യപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ മറ്റ് ഭീകര പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഇതിൻ്റെ ചുമതല ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് അവർ വച്ചവസാനിപ്പിക്കുന്നതായിരിക്കും അവരുടെ മാനാഭിമാനത്തിന് നല്ലത് എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.